CT ടിഫിൻ ഡിജിറ്റൽ ക്ലാസ് റൂമിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വെച്ചാ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്? ഓട്ടോമൊബൈലിന്റെ ട്രാൻസ്മിഷൻ വെച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് ഈ ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള കോമ്പൗണ്ട്സിനെ പറ്റി പരിചയപ്പെടാം. അപ്പം എന്താ നോക്കിക്കോ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്? ഓട്ടോമൊബൈലിന്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. എന്താ വണ്ടി നമുക്ക് സ്വന്തം പവർ ഉപയോഗിച്ചിട്ട് വണ്ടി മൂവ് ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വണ്ടീനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്? സ്റ്റിയറിംഗ് സിസ്റ്റം. ശ്രദ്ധിച്ചോ, ലേ ഔട്ട് ശ്രദ്ധിച്ചോ. എന്താണ് ഫസ്റ്റ് നമുക്കെല്ലാം അറിയുന്നതാണ് സ്റ്റിയറിംഗ് വീൽ അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു സംശയമില്ല, നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. വണ്ടീനെ എന്ത് ചെയ്യുന്നു? വാഹനത്തെ നമ്മളെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നിശ്ചയിക്കുന്നത് സ്റ്റിയറിംഗ് വീൽ ഉപയോഗിച്ചാണ്. അടുത്തത് എന്താണ്? സ്റ്റിയറിംഗ് കോളം. സ്റ്റിയറിംഗ് കോളം എന്താണ്? സ്റ്റിയറിംഗ് ഗിയർ ബോക്സിനെയും സ്റ്റിയറിംഗിനെയും കണക്ട് ചെയ്യുന്നൊരു പോർഷൻ ആണ്. അടുത്തത് ടൈ റോഡ്. അടുത്തത് എന്താണ്? സ്റ്റിയറിംഗ് നട്ട്. പിന്നെന്താണ്? ഡ്രാഗ് ലൈൻ സെൻറ്റർ ലിങ്ക്. പിന്നെന്താണ്? ഫ്രണ്ട് വീൽ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഒരു സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ളത്. ടൈ റോഡ് എന്തിനാണ്? നമ്മളെ ഈ സ്റ്റിയറിംഗ് വീലിൽ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് എന്ത് ചെയ്യും? റൊട്ടേറ്ററി മോഷൻ, അതായത് നമ്മുടെ സ്റ്റിയറിംഗ് വീല് റൊട്ടേറ്ററി മോഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവിടുന്ന് എന്താണ് ഇത് ഇതിനൊരു റെസിപ്രോക്കേറ്ററി മോഷനാണ്, മോഷനാക്കി മാറ്റുന്നു. അതായത് സ്റ്റിയറിംഗ് നമ്മൾ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് ഡ്രാഗ് ലിങ്ക് അല്ലെങ്കിൽ ടൈറോയിഡ് ലിങ്ക് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യുന്നു. അപ്പോൾ വീൽ എന്ത് ചെയ്യുന്നു? ഒന്നിക്കെങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിയുന്നു അല്ലെങ്കിൽ റൈറ്റിലേക്ക് തിരിയുന്നു. അങ്ങനെ വീലിന് ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാകാൻ വേണ്ടി സഹായിക്കുന്നതാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? റൊട്ടേറ്ററി മോഷനെ ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷനാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് എന്ത് സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ നടക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിയറിംഗ് സിസ്റ്റത്തിന്റെ ടൈപ്പും അതിന്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ സ്റ്റിയറിംഗ് സിസ്റ്റത്തിന്റെ മാത്രം ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആക്കി മനസ്സിലാക്കുന്ന രീതിയിൽ പഠിച്ചു വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള മാർക്കിംഗ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതേണ്ടതും സിമ്പിൾ ആയിട്ട് വർക്കിംഗ് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ശ്രദ്ധിച്ചോ, ദ സ്റ്റിയറിംഗ് സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് കോമ്പോണൻസ് യൂസ്ഡ് ടു കൺട്രോൾ ദി ഡയറക്ഷൻ ഓഫ് വെഹിക്കിൾ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, വാഹനത്തിന്റെ ദിശ നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് എന്ത്? സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത്, ഇറ്റ് അലോ ദ ഡ്രൈവർ ടു ടേൺ ദി ഫ്രണ്ട് വീൽസ് ലെഫ്റ്റ് ഓർ റൈറ്റ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ആൻഡ് മെയിൻറ്റെയിൻ കൺട്രോൾ വൈൽ ഡ്രൈവിംഗ്. പിന്നെ എന്തിനാണ്? നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വീലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് സ്റ്റിയറിംഗ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്, ഈ ഒരു 5 പോയിന്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അടുത്ത ഫസ്റ്റ് പോയിന്റ് എന്താ? ഇറ്റ് ഹെൽപ്സ് ദ ഡ്രൈവർ ടു കൺട്രോൾ ദി ഡയറക്ഷൻ ഓഫ് ദ വെഹിക്കിൾ. നേരത്തെ പറഞ്ഞു, എന്താണ്? വാഹനത്തിന്റെ ദിശയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൺവേർട്ട് ദ റൊട്ടേഷണൽ മോഷൻ ഓഫ് ദ സ്റ്റിയറിംഗ് വീൽ ഇൻ ടു ദി ആംഗുലർ മോഷൻ ഓഫ് ദി ഫ്രണ്ട് വീൽ. ഇതാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത്. എന്താ? സ്റ്റിയറിംഗ് വീല് തിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മോഷനെ 2 ആംഗിളിൽ മാത്രമാക്കിയിട്ട് വീലിലേക്ക് കൊടുക്കുന്നു. വീൽ ഒന്നിക്കെങ്കിൽ ഈ ഒരു ദിശയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ വീല് ഈ ഒരു സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ 2 ദിശയിലേക്ക് മാത്രം വീലിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. പക്ഷേ സ്റ്റിയറിംഗ് വീൽ എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് തിരിയുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കിക്കോ, എൻഷുവർ സ്മൂത്ത് ആൻഡ് സേഫ് കോർണറിംഗ് മാനുവറിംഗ്. ഓക്കെ. എന്നുവെച്ചാൽ എന്താണ്? വണ്ടി വളയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പീഡ് പോകുന്ന സമയത്ത് എടുക്കുന്ന ടേണിങ്സ്, കോർണറിംഗ് ഒക്കെ സ്മൂത്ത് ആക്കിയിട്ട് ലഭിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ചുരങ്ങളൊക്കെ കയറുന്ന സമയത്താണെങ്കിൽ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ സ്റ്റിയറിംഗ് തിരിച്ചിട്ടാണ് നമ്മൾ വീലിനെ നമുക്ക് വേണ്ട ദിശയിലേക്ക് കൊണ്ടുവരുന്നത്. അടുത്തത്, റിഡ്യൂസ് ഡ്രൈവർ എഫേർട്ട്. അതായത് എങ്ങനെയാണ് ഡ്രൈവർ എഫേർട്ട് കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് 2 രീതിയിലുള്ള സ്റ്റിയറിംഗ്സ് ഉണ്ട്. ഒന്ന് പവർ സ്റ്റിയറിംഗും രണ്ടാമത്തത് നോർമൽ സ്റ്റിയറിംഗും. നോർമൽ സ്റ്റിയറിംഗ് എങ്ങനെയാണ്? നമുക്കിവിടെ ഈ ഒരു ഗിയറിംഗ് ബോക്സ്, അതായത് ഇവിടെ ഒരു മോട്ടർ ഉണ്ടാവും. ഈ ഒരു മോട്ടറിന്റെയും കൂടി ഹെൽപ്പോട് കൂടിയാണ് എന്ത് പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര പവർ യൂസ് ചെയ്തിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല. നോർമൽ സ്റ്റിയറിംഗ് വരുന്ന കേസിൽ എന്താണ്? ഈ ഒരു മോട്ടർ ഉണ്ടാവില്ല. നമ്മൾ മാനുവലി നമ്മുടെ പവർ യൂസ് ചെയ്തിട്ട് സ്റ്റിയറിംഗിനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? പവർ സ്റ്റിയറിംഗ് സിസ്റ്റം ആണെങ്കിൽ ഡ്രൈവർക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അടുത്തത് എന്താ? ഇംപ്രൂവ് സ്റ്റെബിലിറ്റി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ദി വെഹിക്കിൾ. വാഹനത്തിന്റെ സ്ഥിരതയും അതുപോലെ തന്നെ വാഹനത്തിനെ കൺട്രോൾ ചെയ്യാനും ഉള്ള കപ്പാസിറ്റി നമുക്ക് കൂട്ടും. അടുത്തത് എന്താണ്? മെയിൻ പാർട്സ് ഇൻക്ലൂഡിങ്. ഓക്കെ, അടുത്ത കോമ്പോണൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സ്റ്റിയറിംഗ് വീല്, സ്റ്റിയറിംഗ് കോളം, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, ലിങ്കേജ്, ടൈറോയിഡ്, സ്റ്റിയറിംഗ് നക്കിൾസ്, ഇതൊക്കെ ഒരൊറ്റ യൂണിറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. സ്റ്റിയറിംഗിന്റെ യൂണിറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്ക് കാണാം ബൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. റബ്ബറിന്റെ ബൂട്ട് എന്ന് പറയാം. എന്തിനാണ്? ഇവിടെ ഒരു മെക്കാനിക്കൽ വർക്ക് നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കല്ലോ മണ്ണോ കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റ് സ്മൂത്ത് ആയിട്ട് നടക്കില്ല.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബൂട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് അറിയാം ലിങ്കേജ് കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ലിങ്കേജും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി നോക്കാം. അടുത്തെന്താണ് സിമ്പിൾ ആയിട്ട് ഫംഗ്ഷൻ നോക്കിക്കോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റും ഇൻട്രൊഡക്ഷനും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റൊരു പോയിന്റ് ആക്കി എഴുതാൻ പറ്റും. കാരണം ഒരേ ഒരു ഫംഗ്ഷനാണ് മെയിൻ ആയിട്ട് ഇതിനുണ്ടാവുന്നത്. നമ്മൾ പഠിച്ച പോലെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുക, ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റ്സ് നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ 5 പോയിന്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് അവിടെ ആയി. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു പോയിന്റ് വൈസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എഴുതും? ഡയറക്ഷൻ കൺട്രോൾ, ഈസി ഹാൻഡിലിംഗ്, സേഫ്റ്റി, ബെറ്റർ പെർഫോമൻസ്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് പോയിന്റ് ആയിട്ട് ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം. എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു പോയിന്റുകളൊക്കെ എഴുതാം. ഓക്കെ, അടുത്തത് എന്താണ് നോക്കിക്കോ. ഓട്ടോമൊബൈൽ സസ്പെൻഷൻ സിസ്റ്റം. അപ്പോൾ നമ്മൾ ബേസിൽ നിന്ന് തുടങ്ങി ചേസസ് നിന്ന് തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് വർക്ക് ചെയ്യുന്ന എഞ്ചിനിലെത്തു. എഞ്ചിനിലെത്തിയിട്ട് എന്താണ് നമ്മൾ നേരെ ഗിയർ ബോക്സിലെത്തുന്നു. ഗിയർ ബോക്സിൽ നിന്ന് നമ്മൾ സ്റ്റിയറിംഗിലെത്തി. ഇപ്പോൾ നമ്മൾ സസ്പെൻഷനിലെത്തി. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് സസ്പെൻഷൻ? സസ്പെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് കംഫർട്ടായിട്ട് യാത്രക്കാർക്ക് പോകുവാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്ന നിലയിലുള്ള ഒരു സെറ്റപ്പാണ് എന്ത് സസ്പെൻഷൻ. നമുക്ക് വണ്ടിക്ക് പല രീതിയിലുള്ള കൊളിഷൻസ് ഒക്കെ വരും. കാരണം ഒരു എക്സാമ്പിൾ പറയാലോ, നമ്മളെ റോഡ് കട്ട് റോഡാണെന്ന് വിചാരിക്കാം. വണ്ടി അത്യാവശ്യം ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ടയർ എന്ത് ചെയ്യും, വളരെ വലിയ രീതിയിൽ പല കുഴികളിൽ ഇറങ്ങുകയും കല്ലുമ്മ കൂടെ കയറുകയും അങ്ങനെ കുറെ ഇൻസിഡന്റ് നടക്കും. ആ സമയത്ത് ടയറുമ്മിൽ ഉണ്ടാകുന്ന ഈ ഒരു ഫോഴ്സ് ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ട് ആക്ട് ചെയ്യുക, നമ്മളെ ചേസസ് വഴി വണ്ടീന്റെ ബോഡിയിലേക്കും അതേപോലെ തന്നെ നമ്മുടെ സീറ്റുകളും കാര്യങ്ങളിലൊക്കെ എഫക്ട് ചെയ്യും. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അവിടെ ഉണ്ടാവുന്ന സഡൻ ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു റിയാക്ഷനെ ഒക്കെ വലിച്ചെടുത്ത് അതിനെ അബ്സോർബ് ചെയ്ത് കംഫർട്ട്നെസ് കൊടുക്കുക എന്നുള്ളതാണ് സസ്പെൻഷന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. അതേപോലെ തന്നെ ലോഡ് സപ്പോർട്ട് ചെയ്യുക, ഓവറായിട്ട് വരുന്ന ലോഡ് സപ്പോർട്ട് ചെയ്ത് ചേസസിന് ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സസ്പെൻഷന്റെ ഫംഗ്ഷൻ. ആ പോയിന്റ് നോക്കിക്കോ. ദ സസ്പെൻഷൻ സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് കോമ്പോണൻസ് ദാറ്റ് കണക്ട് ദ വെഹിക്കിൾ ടു ഇറ്റ് വീൽസ്. എന്താണ് സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? ഒരു സെറ്റ് ഓഫ് കോമ്പോണൻസ് ആണ്. കാരണം ഇത്രയും ഭാഗങ്ങൾ എന്താണ് സസ്പെൻഷന്റെ കോമ്പോണൻസ് ആണ്. ഇവിടെ നമുക്ക് കാണാം എന്താണ് കോയിൽ സ്പ്രിങ് കാണാം, കോയിൽ സ്പ്രിങ്. പിന്നെന്താണ് ഷോക്ക് അബ്സോർബർ, ഈ ഒരു സാധനം ഇതാണ് ഷോക്ക് അബ്സോർബർ. 2 കോയിൽ സ്പ്രിങ് കാണാം. പിന്നെ അപ്പർ മൗണ്ട്, ഇതാണ് മൗണ്ട് എന്ന് പറയുന്നത്. ഇതെന്താ നമ്മളെ വണ്ടീനെ ചേസിസുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബോഡിയുമായിട്ട് വണ്ടീനെ കണക്ട് ചെയ്യുന്നതാണ് അപ്പർ മൗണ്ട് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയോ, സ്റ്റിയറിംഗ് നക്കിൾ. സ്റ്റിയറിംഗ് നക്കിൾ എന്ന് പറയുന്നത് ഫൈനൽ പാർട്ടാണ്. വീലിലേക്ക് ഈ ഒരു സബ് ഫ്രെയിം അല്ലെങ്കിൽ ഈ ഒരു ചേസിസിന്റെ കണക്ഷൻ സസ്പെൻഷനുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ഏരിയയാണ് ഞങ്ങൾ നക്കിൾ എന്ന് പറയുന്നത്. അത് ഫൈനൽ പാർട്ട് വീല്. പിന്നെന്താണ് സ്റ്റെബിലൈസർ ബാർ, സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തെന്താണ് സബ് ഫ്രെയിം, ഇതാണ് ചേസിസ് എന്ന് പറയുന്നത്. അടുത്തത് ലോവർ ആം. ലോവർ ആം എന്താണ്? ആം, നമ്മുടെ കൈ പോലെ എന്താണ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ടോപ്പിലേക്കും മൂവ് ചെയ്യാൻ, ടോപ്പിലേക്കും ബോട്ടത്തിലേക്കും മൂവ് ചെയ്യാൻ പറ്റുന്ന സാധനം. എന്താണ് മേലോട്ട് മൂവ് ചെയ്യും, താഴോട്ട് മൂവ് ചെയ്യും. ഇൻ കേസ് പെട്ടെന്ന് ഈ ഒരു വീല് എന്താണ് ഒരു കുഴിയിൽ ചാടി പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ആം താഴോട്ടേക്ക് വരുന്നു. ഒരു കല്ലും കയറുകയാണെങ്കിൽ ഈ ഒരു ആം മേലോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഇതൊരു ഹിഞ്ച് വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത എന്താണ്? ഇറ്റ് സപ്പോർട്ട് വെഹിക്കിൾ ബോഡി അബ്സോർബ് റോഡ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻസ് ആൻഡ് മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ആൻഡ് കംഫർട്ട് വൈൽ ഡ്രൈവിംഗ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. റോഡിന്റെ റോഡിന്റെ ഷോക്കും അതുപോലെ തന്നെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു സസ്പെൻഷൻ അബ്സോർബ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് കംഫർട്ടും സ്റ്റെബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അതാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ സസ്പെൻഷനെ പറ്റി എഴുതേണ്ടത്. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെക്കേണ്ട ഒരു 5 പോയിന്റ്സ് ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ എന്താണ്? സപ്പോർട്ട് ദി വെയിറ്റ് ഓഫ് ദി വെഹിക്കിൾ ആൻഡ് ഇറ്റ്സ് പാസഞ്ചർ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പാസഞ്ചേഴ്സും അതുപോലെ തന്നെ വാഹനത്തിന്റെ ബോഡിയും എല്ലാത്തിന്റെയും വെയിറ്റ് ചേസസിലേക്ക് ഒറ്റയടിക്ക് വരും. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സസ്പെൻഷൻ സഹായിക്കുന്നു. അടുത്ത എന്താണ്? അബ്സോർബ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻ ഫ്രം റഫ് റോഡ് സർഫസ്. എന്താണ് കല്ലും കുഴിയൊക്കെ നിറഞ്ഞ റോഡാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഷോക്കും കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്യുന്നു. അടുത്തത് എന്താ? കീപ് ദ ടയേഴ്സ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ റോഡ് ഫോർ ബെറ്റർ ഗ്രിപ്പ്. അടുത്തത് വീലിനെ, അതായത് ടയറിനെ റോഡുമായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് കൊടുക്കാൻ സഹായിക്കുന്നു. അപ്പൊ എന്താ ഉണ്ടാവുക, വണ്ടിക്ക് സ്റ്റെബിലിറ്റി കൂടും, നമ്മളെ വണ്ടി നമ്മുടെ കൺട്രോളിലായിരിക്കും. അടുത്ത എന്താണ്? ഇംപ്രൂവ് ദ റൈഡ് കംഫർട്ട് ആൻഡ് ഡ്രൈവിംഗ് സ്റ്റെബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ തന്നെ സേഫ് ആയി കഴിഞ്ഞാൽ എന്താണ് ഡ്രൈവിംഗ് സ്റ്റെബിലിറ്റിയും കംഫർട്ടും നമുക്ക് കൂടും. ഈ പോയിന്റ് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് ആലോചിച്ച് വെക്കുക.
അടുത്ത് നോക്കിക്കോ, ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് പ്രോപ്പർ വീൽ അലൈൻമെന്റ്. വീൽ അലൈൻമെന്റ് പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നു. അലൈൻമെന്റ് തെറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു വീല് ചെറിയൊരു ചെരിവ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ള വീലുകളുടെ തേയ്മാനത്തിന് കാരണമാകുന്നു. എന്താണ്? തേയ്മാനം സംഭവിക്കുന്നു. അപ്പൊ എന്താണ്? സസ്പെൻഷൻ പ്രോപ്പർ ആയി കഴിഞ്ഞാൽ എല്ലാ വീലിനും ഒരേപോലെ ലോഡ് കിട്ടുകയും ആ വീൽ എന്ത് ചെയ്യുന്നു? അധികം തേയ്മാനം ഇല്ലാതെ കറക്റ്റ് ആയിട്ട് റോഡുമായിട്ട് ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത നോക്കിക്കോ, എൻഹാൻസ് സേഫ്റ്റി ബൈ റെഡ്യൂസിങ് എഫക്ട് ഓഫ് റോഡ് ഇമ്പാക്ട്. എന്താണ്? ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സേഫ്റ്റി നല്ല സേഫ് ആണെന്ന് പറയാം. അപ്പോൾ ഇത് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നു. എങ്ങനെ? റോഡിൽ നിന്നുണ്ടാകുന്ന ഇമ്പാക്റ്റിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട്. റോഡിൽ നിന്നുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? അബ്സോർബ് ഷോക്കിനെ അബ്സോർബ് ചെയ്യുമാണ് റോഡിൽ നിന്നുള്ള ഇമ്പാക്റ്റിന്റെ അളവ് കുറയുന്നത്. അടുത്ത നോക്കിക്കോ, മെയിൻ കോമ്പോണൻസ് ഇൻക്ലൂഡിങ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയുണ്ട്? കോയിൽ സ്പ്രിങ്, ഷോക്ക് അബ്സോർബർ, സസ്പെൻഷൻ ആം, സ്റ്റെബിലൈസർ ബാർ, ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു ഷോക്കിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഷോക്ക് അബ്സോർബർ എന്താണ്? ഷോക്ക് സസ്പെൻഷൻ സിസ്റ്റം തന്നെ 3-4 തരത്തിലുണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഇത് ജസ്റ്റ് ഒരു പോയിന്റ് വൈസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാ കോമ്പോണൻസ് ഉള്ളത്? ഷോക്ക് അബ്സോർബർ എന്തിനാ യൂസ് ചെയ്യുന്നത്? റോഡിലുള്ള ഷോക്കിനെ അബ്സോർബ് ചെയ്യാനും വെഹിക്കിൾ ബോഡീനെ ഓവറായിട്ടുള്ള വെയിറ്റിൽ നിന്നും ഹെൽപ്പ് ചെയ്യാനും സഹായിക്കുന്നു. അടുത്തത് കംഫർട്ട്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴികളിൽ ഇറങ്ങുന്ന കല്ലുമ്മ കയറുന്ന സിറ്റുവേഷൻ ഒന്നും നമ്മൾ അറിയില്ല. അടുത്തത് സ്റ്റെബിലിറ്റി. വണ്ടി സ്മൂത്ത് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് ബാലൻസ് ചെയ്തിട്ട് പോവും. എപ്പം? വളവുകളും തിരിവുകളും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. റോഡ് ഹോൾഡിംഗ് പറഞ്ഞു കഴിഞ്ഞു. വീല് റോഡും തമ്മിലുള്ള ഒരു കോണ്ടാക്ട് നിലനിർത്തുന്നു. സേഫ്റ്റി. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ അത് സേഫ്റ്റിയെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സസ്പെൻഷനിൽ പറയാനുള്ളത്. പിന്നെ 1-2 ടൈപ്പ് സസ്പെൻഷൻ വേറെ ഉണ്ട്. അതേതാ? ശ്രദ്ധിച്ചോ. പേര് മാത്രം നോക്കി നമുക്ക് ജസ്റ്റ് പോവാം. വർക്കിംഗ് സസ്പെൻഷന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഒന്നാമത്തത് മെക്ഫേഴ്സൺ സ്ട്രക്ട് സസ്പെൻഷൻ. ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ അത്യാവശ്യം എല്ലാ വണ്ടികളിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്പോർട്സ് കാറിലൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ച് എക്സ്പെൻസ് കൂടിയ സാധനമാണ്. കോമ്പോണൻസ് ശ്രദ്ധിച്ചോ. സ്ട്രക്ട് ഉണ്ടാവും, ഒരു സ്റ്റിയറിംഗ് നക്കിൾ ഉണ്ടാവും, പിന്നെ സബ് ഫ്രെയിം, ലോവർ ആം. മറ്റേതുപോലെ തന്നെ കോമ്പോണൻസ് സെയിം ആണ്. ഡിസൈനിലാണ് മാറ്റം വരുന്നത്. അടുത്തത് എന്താണ്? ഡബിൾ വിഷ് ബോൺ സസ്പെൻഷൻ. ശ്രദ്ധിച്ചോ. കോമ്പോണൻസ് നോക്കിക്കോ. അപ്പർ കൺട്രോൾ ആം, ഷോക്ക് അബ്സോർബർ, പിന്നെന്താണ്? ലോവർ കൺട്രോൾ ആം, സബ് ഫ്രെയിം. വ്യത്യാസം നോക്കിക്കോ. ഇവിടെ നമുക്ക് അപ്പർ കൺട്രോൾ ആം ഉണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ ഒരു ലോവർ കൺട്രോൾ ആം മാത്രമേ ഉള്ളൂ. അതാണ് ഡബിൾ വിഷ് ബോൺ. രണ്ട് ആമിന്റെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മുടെ ഇവിടെ സസ്പെൻഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് എന്താണ്? ടോർഷൻ ബീം സസ്പെൻഷൻ. എന്താണ്? ഒരൊറ്റ ടോർഷൻ ബീം ബാക്കിൽ, കാറിന്റെ ഒക്കെ ബാക്കിൽ നമുക്ക് ഇത് നോക്കിയാൽ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു ടോർഷൻ ബീം ഉണ്ടാവും. ഇത് അത്യാവശ്യം ലോഡും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കും. കൂടാതെ എന്താണ്? ഒരു ഷോക്ക് അബ്സോർബറും ഇതിന്റെ കൂടെ ഉണ്ടാവും. രണ്ട് ഭാഗത്തായിട്ടും സപ്പോർട്ട് ചെയ്യും. പിന്നെന്താ? ട്രെയിലിംഗ് ആം, ഒരു ആം ഉണ്ടാവും, ബാക്കോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അടുത്തത് ലാസ്റ്റിലത്തെ ശ്രദ്ധിച്ചോ. ലീഫ് സ്പ്രിംഗ് സസ്പെൻഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ വണ്ടികളിൽ, ലോറികളൊക്കെ, ഹെവി വെഹിക്കിൾസ്, മൾട്ടിപർപ്പസ് വെഹിക്കിൾസ്, അതിനൊക്കെ ചേസീസ് കണ്ടോ. ഈ ഒരു ഏരിയ കണ്ടോ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ചേസീസ് ഡിഫറെന്റ് ആയിട്ടുള്ള ലീഫുകൾ ഒരു സെറ്റ് ആക്കി വെച്ചിട്ടുള്ള ഫ്രെയിമാണ് ചേസീസ്. സോറി, ലീഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് മെറ്റലിന്റെ ചേസുകൾ ഒരു സെറ്റ് ആക്കി വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ലീഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ലോഡും കാര്യങ്ങളൊക്കെ ഇത് അബ്സോർബ് ചെയ്യും. കൂടാതെ സപ്പോർട്ടിന് എന്താണ്? ഒരു ഷോക്ക് അബ്സോർബർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ലീഫ് സ്പ്രിംഗ് ആണ് കോമൺ ആയിട്ട് പണ്ടത്തെ ലോറികളിലൊക്കെ കാണാൻ പറ്റുന്നത്. അടുത്ത എന്താണ്? സോളിഡ് ആക്സിൽ. ആക്സിൽ നമുക്കറിയാം. ഇവിടെയാണ് ആക്സിൽ വഴി ഡ്രൈവ് വന്നിട്ട് രണ്ട് ഭാഗത്തേക്കും സെപ്പറേറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നു ഡ്രൈവിനെ. അപ്പോൾ ഇത്രയും സാധനമാണ് എന്ത്? നമ്മളെ സസ്പെൻഷൻ സിസ്റ്റത്തിൽ വരുന്നത്. അടുത്ത കോമ്പൗണ്ട് ഏതാണ്? ബ്രേക്കിംഗ് സിസ്റ്റം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എഞ്ചിനെ പോലെയും ക്ലച്ചിനെ പോലെയും ഗിയർ ബോക്സിനെ പോലെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കോമ്പോണന്റ് ആണ് എന്ത്? ബ്രേക്ക് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ ഇത് ഇവിടെ ഉണ്ട്. നമുക്ക് അത് വെച്ച് തന്നെ തുടങ്ങി പോവാം. എന്താണ്? ബ്രേക്ക് പെഡൽ, ബ്രേക്ക് ഫ്ലൂയിഡ് റിസർവോയർ. എന്താണ്? ഫ്ലൂയിഡ് പ്രഷർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മാസ്റ്റർ സിലിണ്ടർ, ബ്രേക്ക് ഷൂ, വീൽ സിലിണ്ടർ, ബ്രേക്ക് ഡിസ്ക്, ബ്രേക്ക് കാലിപ്പർ. എന്താണ്? ഇത് ഫ്രണ്ടിൽ കാലിപ്പർ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ബ്രേക്ക് ഷൂ വരുന്ന വണ്ടികളുണ്ട്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് രണ്ടിന്റെയും രണ്ട് രീതിയിലുള്ള വർക്കിംഗ് ആണ്. ഫ്ലൂയിഡ് പ്രഷർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബ്രേക്ക് ഷൂ ആണെങ്കിൽ ഇത് പ്രഷർ ഉപയോഗിച്ചിട്ട് ഈ ഷൂ രണ്ട് ഭാഗത്തേക്ക് മൂവ് ചെയ്യുമോ, അപ്പോൾ എന്താവും? വീല് സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് വർക്കിംഗ്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും? കാലിപ്പറിന്റെ ഇടയിൽ ബ്രേക്കിന്റെ ഷൂസ് ഉണ്ടാവും ചെറിയ. അത് രണ്ടും എന്ത് ചെയ്യും? കാലിപ്പറിലൂടെ ഫ്ലൂയിഡ് പ്രഷർ ചെയ്യുമ്പോൾ അതിന് രണ്ടിനെയും ഒരു ഭാഗത്തേക്ക്, അതായത് ഇവിടെ ലെഫ്റ്റിൽ നിന്നാണെങ്കിൽ റൈറ്റിലേക്കും, റൈറ്റിലാണെങ്കിൽ ലെഫ്റ്റിലേക്കും പ്രസ് ചെയ്യുന്നു. വീലിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്താണ്?
നോക്കിക്കോ, ദ ബ്രേക്ക് സിസ്റ്റം ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി സിസ്റ്റം ഇൻ വെഹിക്കിളിലെ സേഫ്റ്റീനെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ത്, ബ്രേക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്ലോ ഡൗൺ, സ്റ്റോപ്പ് ഓർ ഹോൾഡ് ദി വെഹിക്കിൾ സ്റ്റേഷനറി. വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കാനും അതേപോലെ തന്നെ വാഹനത്തെ നിർത്താനും വേണ്ടിയിട്ട്, വാഹനത്തെ സ്റ്റോപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു. അടുത്തത് എന്താണ്, ഇറ്റ് വർക്ക്സ് ബൈ കൺവേർട്ടിംഗ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി മൂവിംഗ് വെഹിക്കിൾ ഇൻ ടു ഹീറ്റ് എനർജി ത്രൂ ദി ഫ്രിക്ഷൻ. അതെ, കൈനറ്റിക് എനർജിനെ എന്താക്കുന്നു, കൺവേർട്ട് ദ കൈനറ്റിക് എനർജി ഓഫ് മൂവിംഗ് വെഹിക്കിളിന്റെ കൈനറ്റിക് എനർജിനെ ഹീറ്റ് എനർജി ആക്കിയിട്ട് ഫ്രിക്ഷൻ ആക്കിയിട്ടും കൺവേർട്ട് ചെയ്യുന്നു. ആ ഫ്രിക്ഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, വാഹനങ്ങൾ നിൽക്കുന്നത്. എന്താണ് ഇത്, ഇൻട്രൊഡക്ഷൻ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇത് അവിടെ ഉണ്ട്, അത് പഠിച്ചു വെക്കുക. ഇൻഷുർ സേഫ്റ്റി ബൈ സ്റ്റോപ്പിംഗ് ദ വെഹിക്കിൾ. വണ്ടി നിർത്തുന്നതോടെ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നു. എങ്ങനെയാണ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക, ഓവർ സ്പീഡിൽ വരുന്ന വണ്ടി പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാണ്, ഓപ്പോസിറ്റ് ഒരു ബസ്സോ ലോറിയോ വരുന്നു, നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, വണ്ടി സ്ലോ ആക്കുന്നു, വണ്ടി സൈഡിലോട്ട് മാറ്റുന്നു. സേഫ്റ്റി ഓർമ്മ ഉണ്ടാവുമല്ലോ, ഓവർടേക്ക് ചെയ്യുന്ന കാര്യം ആലോചിച്ച് നോക്കുക. അടുത്തത് കൺട്രോൾസ് സ്പീഡ് ഓഫ് ദി വെഹിക്കിളിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നു. എന്താണ്, ഞാൻ ഒരു കയറ്റത്തുമ്പോൾ 4ാമത്തെ സ്പീഡിൽ ഇങ്ങനെ ഇറങ്ങി വരിക, എനിക്ക് മനസ്സിലായി എന്ത്, വണ്ടി ഓവർ സ്പീഡാണ്, ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കുന്നു, ഗിയർ ഡൗൺ ചെയ്യുന്നു. ശ്രദ്ധിച്ചോ, കയറ്റം ആലോചിക്കുക. അടുത്തത് എന്താണ്, ഹോൾഡ് ദ വെഹിക്കിൾ സ്റ്റേഷനറി ഓൺ സ്ലോപ്സ് ആൻഡ് റെസ്റ്റ്. പെട്ടെന്ന് നമ്മളെ മുമ്പിലുള്ള ഒരു വാഹനം ബ്രേക്ക് പിടിച്ചു, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ വണ്ടി നിർത്തണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ വാഹനത്തിന്റെ വെഹിക്കിളിന്റെ ബ്രേക്ക് സ്റ്റേഷനറി ആക്കുന്നു, അപ്പോൾ വാഹനത്തെ നിർത്തുന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ മുന്നിലെ വാഹനം നിർത്തുന്ന ആലോചിച്ച് നോക്കുക. അടുത്തെന്താ, പ്രൊവൈഡ് ബെറ്റർ കൺട്രോൾ ആൻഡ് സ്റ്റെബിലിറ്റി. അതായത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് കൺട്രോളും സ്റ്റെബിലിറ്റിയും കിട്ടുന്നു. എക്സാമ്പിൾ ആലോചിച്ചോ, നമ്മൾ പെട്ടെന്ന് സ്പീഡ് പോകുന്ന ഒരു വണ്ടി ഒരു ചെറിയൊരു വളവ് വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വളച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, വണ്ടീന്റെ കൺട്രോൾ പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ രീതിയിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വണ്ടി സാവധാനത്തിലാവുന്നു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, വളവ് വളയ്ക്കുന്നു. ഓക്കെ, അടുത്തത് എന്താ, വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഫ്രിക്ഷൻ. നമ്മൾ പഠിച്ചു, ഫ്രിക്ഷൻ എന്താണ്, രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള കോണ്ടാക്ട് വരുന്നവരുണ്ടാകുന്ന റെസിസ്റ്റൻസ്, അതാണ് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷന്റെ ഫംഗ്ഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അടുത്തത് ആലോചിച്ചോ, മെയിൻ കോമ്പോണൻസ് ഇൻക്ലൂഡ് ബ്രേക്ക് പെഡൽ. എന്തൊക്കെയാ, പെഡൽ ഉണ്ടാവും, മാസ്റ്റർ സിലിണ്ടർ ഉണ്ടാവും, പിന്നെന്താണ്, ബ്രേക്ക് ഷൂ, ഡിസ്ക്, ഡ്രം, പിന്നെന്താ, ബ്രേക്ക് ലൈൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ്. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെക്കുക. അടുത്തത് എന്താണ്, ഫംഗ്ഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഫംഗ്ഷനിൽ വരുന്നത്. പോയിന്റ് വൈസ് ആലോചിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. സ്റ്റോപ്പിംഗ് ദി വെഹിക്കിൾ, സ്പീഡ് കൺട്രോൾ, ഹോൾഡിംഗ് ദി വെഹിക്കിൾ, ഹീറ്റ് ഡെസിപ്പേഷൻ, കൺവേർട്ട് ദി കൈനറ്റിക് എനർജി ഇൻ ടു ഹീറ്റ് ആൻഡ് ഡെസിപ്പേറ്റ് ഇറ്റ് സേഫ്ലി. ഇത്രയും കാര്യങ്ങളാണ് ബ്രേക്കിംഗ് സിസ്റ്റത്തെ പറയാനുള്ളത്. ബ്രേക്കിംഗ് സിസ്റ്റം ഇത് ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ, അല്ലെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ബ്രേക്കിംഗ് സിസ്റ്റം തന്നെ പലതരത്തിൽ വരുന്നുണ്ട്. ശ്രദ്ധിച്ചോ, ഏതൊക്കെയാണ്, ഡിസ്ക് ബ്രേക്ക് നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചു, ബ്രേക്ക് കാലിപ്പേഴ്സ് ഉണ്ടാവും, ബ്രേക്കിന്റെ പാഡ് ഉണ്ടാവും, ബ്രേക്കിന്റെ ഡിസ്ക് ഉണ്ടാവും. ഇതാണ് ഡിസ്ക്, ഇതാണ് കാലിപ്പർ, ഇതിന്റെ ഉള്ളിലാണ് ബ്രേക്കിന്റെ ഷൂ വരിക. നമുക്ക് ഷൂ ഓരോ സർവീസിലും ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്താക്കുന്നു, വാഹനത്തിന് ബ്രേക്കിന്റെ പാഡ് മാറാനായിട്ടുണ്ടോ അല്ലെങ്കിൽ പുതിയത് ഇടാനായിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇത് സർവീസ് ചെയ്യുന്ന സമയത്താണ്. രണ്ടാമത്തെ എന്താണ്, ഡ്രം ബ്രേക്ക്. എന്താ പ്രത്യേകത, ആദ്യത്തെ വെച്ചിട്ട് ഒരു ഡ്രം ഉണ്ടാവും, അതിനകത്ത് ബ്രേക്ക് ഷൂ ഉണ്ടാവും, റിട്ടേൺ സ്പ്രിംഗ് ഉണ്ടാവും, അഡ്ജസ്റ്റർ ഉണ്ടാവും, വീൽ സിലിണ്ടർ ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡിസൈനിൽ വ്യത്യാസം വരുന്നു. ഇത് നമ്മൾ ഈ വീൽ സിലിണ്ടറിന്റെ അകത്ത് ഫ്ലൂയിഡ് പ്രഷർ ചെയ്യുമ്പോൾ ഇതൊരു ചെറിയൊരു പിസ്റ്റൺ ഉണ്ട്, ആ പിസ്റ്റൺ ഈ ഒരു ബ്രേക്ക് ഷൂവിനെ തള്ളുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ശ്രദ്ധിച്ചോ, ഇത് രണ്ട് ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഇത് വീലിന്റെ എന്താണ്, വീലിന്റെ ഹബിന്റെ ഉള്ളിൽ ടൈറ്റ് ആയി നിൽക്കുന്നു. അപ്പൊ വീലിന്റെ റൊട്ടേഷൻ എന്താകുന്നു, പതിയെ കുറയുന്നു. ശ്രദ്ധിച്ച പോയിന്റ്, യൂസ് ബ്രേക്ക് ഷൂസ് ഇൻസൈഡ് ഡ്രം, വെൻ ദ ഷൂസ് പ്രസ് ഔട്ട്വേർഡ് ദേ ക്രിയേറ്റ് ഫ്രിക്ഷൻ വിത്ത് ദ ഡ്രം. ഡ്രമ്മിന്റെ അകത്തുള്ള ഷൂ പുറത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താവും, ഫ്രിക്ഷൻ ഉണ്ടാവുന്നു, അതെന്താക്കുന്നു, ഡ്രമ്മിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തത് മൂന്നാമത്തെ എന്താണ്, നോക്കിയോ, കാലിപ്പർ ബ്രേക്ക് തന്നെയാണ്, പക്ഷെ എന്താണ്, ഒരു സ്പെഷ്യൽ കൺട്രോൾ ഉണ്ട്, ABS കൺട്രോൾ യൂണിറ്റ് എന്ന് പറയും, നമ്മുടെ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. എന്തിനാ സഹായിക്കുന്നത്, ABS പ്രിവെന്റ് വീൽ ലോക്ക് അപ്പ് ഡ്യൂറിംഗ് ബ്രേക്കിംഗ് ബൈ മോഡുലേറ്റിംഗ് ബ്രേക്ക് പ്രഷർ ഫോർ ബെറ്റർ കൺട്രോൾ ആൻഡ് സ്റ്റെബിലിറ്റി. അതായത് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ, നമ്മളിപ്പോൾ ബൈക്കിൽ പോവാണ്, സാധാ ബൈക്കാണ്, ABS ഒന്നും ഇല്ലാത്തൊരു ബൈക്കാണെന്ന് ആലോചിക്കുക. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വെള്ളമുള്ള ഒരു റോഡിൽ ഒരു സ്ലിപ്പായി പോകുന്ന ഒരു സ്ഥലത്തെത്തുന്നു. നമ്മൾ ഫ്രണ്ടിലത്തെ ബ്രേക്കാണ് ആദ്യം പിടിക്കുന്നതെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, വണ്ടി തെന്നും, നമ്മൾ വീഴും. അതെന്തുകൊണ്ടാ, പെട്ടെന്ന്
ടയർ ലോക്കായി പോകുന്നു. അപ്പം നമുക്ക് മോഷൻ കിട്ടുന്നില്ല. പെട്ടെന്നാണ് ഒരു സാധനം നിൽക്കുന്നത്. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇനേർഷ്യ. എന്താണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് പെട്ടെന്ന് നിർത്തിയാൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ABS യൂസ് ചെയ്യുന്നത്. എന്താ, ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്ക് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ABS ഉള്ള വണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, ടയറിനെ ലോക്ക് ആക്കാതെ ചെറിയ ചെറിയ മൂവ്മെന്റ് കൊടുത്തിട്ട് ഫൈനലി പതിയെ വണ്ടിയെ നിർത്തുന്നു. അത് ABS ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ എന്താവും, വണ്ടി തെന്നി വീഴാനുള്ള സാധ്യത വളരെയധികം കുറയുന്നു. എന്താണ് മെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട്, ABS സെൻസർ ഉണ്ടാവും, ഒരു കൺട്രോൾ യൂണിറ്റും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ABS ബ്രേക്കിൽ വരുന്നത്. ശ്രദ്ധിച്ചോ, അടുത്തത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ആണ് കേട്ടോ എയർ ബ്രേക്ക് സിസ്റ്റം. നമ്മുടെ ബസ്സുകളിലൊക്കെ കാണാം എയർ ബ്രേക്ക് സിസ്റ്റം. മെയിൻ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് കംപ്രസർ. എന്തിനാണ്, എയറിന്റെ പ്രഷർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ എയറിനെ കംപ്രസ് ചെയ്തിട്ട് ഹൈ പ്രഷറിലേക്ക് ആക്കി മാറ്റണം. പിന്നെ ഒരു എയർ ഡ്രയർ, ബ്രേക്ക് വാൽവ്, എയർ ടാങ്ക്, ബ്രേക്ക് ചാമ്പർ, സ്ലാക്ക് അഡ്ജസ്റ്റർ, ബ്രേക്ക് ചാമ്പർ. 2 ബ്രേക്ക് ചാമ്പർ ഉണ്ടാവും. എന്താണ്, കംപ്രസ് ചെയ്ത എയർ ടാങ്കിൽ സപ്ലൈ ചെയ്യുന്നു. ടാങ്കിൽ സപ്ലൈ ചെയ്തതിനു ശേഷം എന്താക്കുന്നു, ആ ടാങ്കിൽ നിന്നും ഒരു ഫ്യൂവൽ ലൈൻ വഴി, എയർ ലൈൻ വഴി ബ്രേക്ക് വാൽവ് കൊടുക്കുന്നു. ആ ബ്രേക്ക് വാൽവ് എന്ന് എയർ ലൈൻ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചാമ്പർ വീലിലേക്ക് കണക്ട് ചെയ്യുന്നു. നമ്മൾ ബ്രേക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാൽവ് ഓപ്പൺ ആവുന്നു. കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ എന്ത് ചെയ്യുന്നു, ഇതുവഴി രണ്ട് ബ്രേക്ക് ഫീഡറിലേക്കും എത്തുന്നു, സപ്ലൈ ചെയ്യുന്നു. ആ സമയം എന്താവുന്നു, ഈ ഒരു ബ്രേക്ക് പെർഫോം ചെയ്യുന്നു, വീല് സ്റ്റോപ്പ് ആവുന്നു. അതാണ് എയർ ബ്രേക്കിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത എന്താണ് നോക്കിയോ, ഓട്ടോമൊബൈൽ ടയർ. നമ്മൾ പറഞ്ഞു ഇത്രയും എനർജി സോഴ്സും അല്ലെങ്കിൽ സസ്പെൻഷനോ ഗിയർ ബോക്സോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. എന്ത് വേണം, നമുക്ക് വാഹനം മൂവ് ചെയ്യണമെങ്കിൽ ടയർ വേണം. ശ്രദ്ധിച്ചോ, ടയർ ഈസ് എ റബ്ബർ കോമ്പോണന്റ് ഫിറ്റഡ് ഓൺ ദ വീൽ rim. It provides grip on the road, support the vehicle load and helps in safe driving. ടയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു റബ്ബർ കോമ്പോണന്റ് ആണ്. റബ്ബർ കൊണ്ടാണ് ടയർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫിറ്റ് ചെയ്തിട്ടുള്ള എവിടെയാണ്, വീലിന്റെ റിമ്മിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, റോട്ടിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടും. പിന്നെന്താണ്, വെഹിക്കിൾ ലോഡ് ആൻഡ് ഹെൽപ്പ് സേഫ് ഡ്രൈവിംഗ്. സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാനും അതേപോലെ തന്നെ വെഹിക്കിളിന്റെ ലോഡിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ടയേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ടയറിനെ നമുക്കൊന്ന് കീറി പരിശോധിച്ച് നോക്കാം. നോക്കിക്കോ എന്തൊക്കെയാണുള്ളത്. ഏറ്റവും പുറത്ത് എന്താണ്, ത്രെഡ് ഉണ്ടാവും. കാരണം കോണ്ടാക്ട് വിത്ത് റോഡുമായിട്ട് കോണ്ടാക്ട് ഉള്ള സ്ഥലമാണ് ഇത്. അപ്പൊ അവിടെ നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ടയറിന്റെ ത്രെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ എന്താണ്, സൈഡ് വാൾ. എന്താണ്, ടയറിന്റെ ഈ ഒരു പോർഷൻ, ടയറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഏരിയ. അടുത്ത എന്താണ്, കേസിംഗ്. അതിന്റെ അകത്ത് വരുന്നതാണ് കേസിംഗ്. സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനാണ്, കാരണം അത്രയും ലോഡ് നമുക്ക് ടയറിന്റെ മുകളിൽ താങ്ങാനുള്ളതാണ്. അപ്പോൾ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത എന്താണ്, ബീഡ് ഫിറ്റ് ഓൺ ദ റിം. റിമ്മിൽ ഫിറ്റ് ചെയ്യുന്ന ഏറ്റവും പുറത്തുള്ള ഒരു ഭാഗം ബിയേഡ് എന്ന് പറയും. അതാണ് നമ്മൾ റിമ്മിന്റെ മുകളിലേക്ക് കയറ്റിയിടുന്നത്. ഓക്കെ, അടുത്ത എന്താണ്, ഫംഗ്ഷൻ നോക്കിയോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പ്രൊവൈഡ് ഗ്രിപ്പ്, ആക്സിലറേഷൻ, ബ്രേക്കിംഗ്, ടേണിംഗ്. തിരിക്കാനും ആക്സിലേറ്റ് സ്പീഡ് കൂട്ടാനും ബ്രേക്ക് ചെയ്യാനും സഹായിക്കുന്നു. ഷോക്കിനെ അബ്സോർബ് ചെയ്യുന്നു. എന്താണ്, റോഡ് ഞാൻ പറഞ്ഞു, റോഡ് പലതരത്തിലുള്ള റോഡായിരിക്കും. കുഴിയുള്ള റോഡ്, കല്ലുള്ള റോഡ്. അപ്പൊ എന്താണ്, പലതരത്തിലുള്ള വൈബ്രേഷനും ഷോക്കും ടയറിന് അനുഭവപ്പെടും. അതിനെയൊക്കെ ഒരു പകുതിയിലേറെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തത് എന്താണ്, വാഹനത്തിന്റെ ലോഡും സ്റ്റെബിലിറ്റിയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. സ്റ്റിയറിങ്ങും ഡയറക്ഷനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നെന്താണ്, വീലിനെയും മറ്റ് ഭാഗങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ എന്താ, ഈ ഒരു ഫിഗർ പഠിക്കുക, ഇത്രയും പോയിന്റ് ആലോചിച്ച് വെക്കുക. സിമ്പിൾ ആയിട്ടൊരു നോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതി വെക്കുക. അടുത്തെന്താണ്, ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോട്ട് ചെയ്ത് വെച്ചോ. പാസഞ്ചർ കാർ അല്ലെങ്കിൽ പാസഞ്ചർ കാർ ടയർ. എന്തിനാണ്, ചെറിയ ചെറിയ കാറുകൾക്ക് യൂസ് ചെയ്യുന്നു. ട്രക്ക് ബസ് ടയേഴ്സ്, വലിയ വലിയ ബസ്സിനും ട്രക്കിനും. അഗ്രികൾച്ചറൽ ടയേഴ്സ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സൈസ് ആണ് നമ്മൾ ടയറിന് ഉണ്ടാവുക. 2 വീലർ ടയർ, എന്താണ്, 2 വീലേഴ്സ് ബൈക്കിനും കാറിനും ഒക്കെ, ബൈക്കിനും സ്കൂട്ടറിനും ഒക്കെ എന്താണ്, ടയറിന്റെ സൈസ് മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ഇതെന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ടയർ. നിങ്ങളുടെ ടയറിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നു, ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടുന്നു, കാരണം സ്പീഡ് കിട്ടും നമുക്ക് അത്യാവശ്യം. അലൈൻമെന്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി സ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് എന്താണ്, കംഫർട്ട് ആൻഡ് സ്മൂത്ത് ഡ്രൈവിംഗ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കംഫർട്ട് ഫീൽ ചെയ്യും, ടയറിന്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യും. ഇതാണ് എന്ത്, നമ്മളെ ഓട്ടോമൊബൈൽ ടയേഴ്സിനെ പറ്റിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ്. കൂടാതെ ഇതോട് ശ്രദ്ധിച്ചോ,
നമ്മുടെ ഓട്ടോമൊബൈൽ ബോഡി, നമ്മുടെ വണ്ടി എഞ്ചിനായി, ചേസായി, ഗിയർ ബോക്സ് ആയി, സസ്പെൻഷനായി, ടയർ വരെ എത്തി. പക്ഷെ നമ്മുടെ വണ്ടീന്റെ ബോഡീന്റെ ഡിസൈന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചോ. നമുക്ക് ആദ്യം തന്നെ ടൈപ്പ് ഓഫ് ബോഡി ഓട്ടോമൊബൈൽസിന് ടൈപ്പ് നോക്കാം. ഒന്നാമത്തത് സെഡാൻ. നിങ്ങൾ ഇങ്ങനത്തെ വണ്ടി കണ്ടിട്ടുണ്ടാവില്ലേ? എന്താണ്? ഫാമിലി പർപ്പസ് എന്ന് വെച്ചാൽ കംഫർട്ടായിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി. കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ അധികമായിട്ട് വെച്ച് സ്മൂത്ത് ആയിട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ബോഡിയാണ് സെഡാൻ. രണ്ടാമത്തെ നോക്കിയോ, ഹാച്ച് ബാക്ക്. എന്താണ്? യൂസ്ഡ് ഇൻ സിറ്റി, ഈസി പാർക്കിംഗ്. അതായത് നമ്മളിപ്പോൾ ചെറിയ ചെറിയ ഓട്ടങ്ങളാണ്, ടൗണുകളിൽ സാധനം പർച്ചേസ് ചെയ്യാനുള്ള ഓട്ടങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സമയം ലാഭിക്കാനും അതേപോലെ തന്നെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാനും പറ്റിയ ഒരു ഡിസൈൻ ആയിരിക്കണം. അതാണ് എന്ത്? ഹാച്ച് ബാക്ക്. സൈസ് ശ്രദ്ധിച്ചോ. മറ്റേന്റെ ബാക്കിലോട്ടൊരു എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ബാക്ക് ഡയറക്ട്ലി താഴോട്ട് ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്നു. അടുത്തെന്താണ്? SUV. SUV എന്താണ്? ഫോർ ഓഫ് റോഡ് ആൻഡ് ഫാമിലി യൂസ്. മൾട്ടി പർപ്പസ് വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യാം. എന്താണ്? ഫാമിലി ആയിട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ എന്താ, നമുക്ക് കുറച്ചുകൂടി വാഹന പ്രേമികളും വാഹനം വ്യത്യസ്തമായ രീതിയിൽ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എന്താ, ഓഫ് റോഡിലും യൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് SUV എന്ന് പറയുന്നത്. ഡിസൈൻ ഒന്ന് ശ്രദ്ധിച്ചോ. മറ്റു വാഹനങ്ങളെക്കാൾ കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ്, ഒരു സൈസ് കുറച്ചുകൂടി തടി ഉണ്ടാവും. അടുത്തത് പിക്കപ്പ് ട്രക്ക്. എന്തിനാണ്? നമ്മൾ മൾട്ടിപർപ്പസ് ആണ്. യൂസ്ഡ് ഫോർ ക്യാരിയിങ് ഗുഡ്സ്. നമുക്ക് എന്താ, ബാക്കിൽ കുറച്ച് സാധനങ്ങൾ കയറ്റുകയും ചെയ്യാം, 2 പാസഞ്ചേഴ്സിന് യാത്ര ചെയ്യുകയും ചെയ്യാം. അതിന്റെ ഡിസൈന് വേറെ തന്നെയാണ്. നോക്കിയോ, ബാക്കിലേക്ക് ഒരു കാരിയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെന്താ, ബസ്. ബസ് എന്താ? പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ 40-50 ആൾക്കാരെ കയറ്റി കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിസൈൻ, ലെങ്ത് കൂട്ടുന്നു, അതേപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൂട്ടുന്നു. അടുത്തത് എന്താണ്? ട്രക്ക്. നമ്മുടെ പർപ്പസ് ഹെവി ഗുഡ്സ് ട്രാൻസ്പോർട്ട്. അപ്പൊ എന്താണ്? അതിനനുസരിച്ചുള്ള ഗാരേജിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്താണ് ഡിസൈൻ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. കണ്ടോ, ബാക്കിൽ ഒരു ബോക്സ്. അപ്പൊ അത്രയും സാധനങ്ങൾ അതിൽ കൊള്ളണം. അതേപോലെ തന്നെ എന്താണ്? വീല് ബാക്കിൽ 2 വീല് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കൺസ്ട്രക്ഷൻ ഡിസൈൻ ഡിഫറെന്റ് ആണ്. ഇതാണ് ഓട്ടോമൊബൈലിന്റെ ബോഡി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് എന്താ ശ്രദ്ധിച്ചോ. ഓട്ടോമൊബൈൽ ബോഡി ഈസ് ദ ഔട്ടർ സ്ട്രക്ചർ ഓഫ് എ വെഹിക്കിൾ. ഇറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദി എഞ്ചിൻ, പാസഞ്ചേഴ്സ് ആൻഡ് അതർ പാർട്സ്. ഇതാണ് വാഹനത്തിന്റെ പുറത്തേക്കുള്ള സ്ട്രക്ചറാണ് ബോഡി എന്ന് പറയുന്നത്. അത് വാഹനത്തിനെ കവർ ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്തിനെ? എഞ്ചിൻ, പാസഞ്ചർ, അതർ പാർട്സ്. ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഇതാണ് നമ്മളെ ആലോചിച്ച് നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പോയിന്റ്സ്. ഇതാ നോട്ട് ചെയ്തോ. പ്രൊട്ടക്ട്സ് പാസഞ്ചേഴ്സ് ഫ്രം റെയിൻ, വിൻഡ്, ഡസ്റ്റ്, ഹീറ്റ്. മഴ, കാറ്റ്, ചൂട്, പൊടി എന്നിവയിൽ നിന്നൊക്കെ നമ്മളെ വാഹനം നമ്മുടെ പാസഞ്ചേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അടുത്തത് എന്താണ്? പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് കൺവീനിയൻസ്. എന്താണ്? ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു സുഖവും അതേപോലെ തന്നെ എന്താണ്, കംഫർട്ടും ഒക്കെ ഫീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താ? ഗിവ് സ്ട്രെങ്ത് ആൻഡ് സേഫ്റ്റി. കുറച്ച് സാധനങ്ങളും ആൾക്കാരെയൊക്കെ സ്മൂത്ത് ആയിട്ട് സേഫ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. നോക്കിയോ, പ്രൊവൈഡ്സ് സ്പേസ് ഫോർ പാസഞ്ചേഴ്സ് ആൻഡ് ലഗേജ്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ പോയിന്റ് ആണ്. ഇംപ്രൂവ്സ് ലുക്ക് ആൻഡ് സ്റ്റൈൽ ഓഫ് ദി വെഹിക്കിൾ. നമുക്ക് യാത്ര ചെയ്താൽ മാത്രം പോലെ, എന്താണ്, നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്ന വാഹനം കുറച്ച് ഭംഗിയുള്ളത് കൂടി ആയിരിക്കണം. എന്താണ്? അതിന്റെ ലുക്കും സ്റ്റൈലും ഇംപ്രൂവ് ചെയ്യുന്നു. ലാസ്റ്റ് പോയിന്റ്, സപ്പോർട്ട് പാർട്സ് ലൈക്ക് ഡോർ, വിൻഡോ, ലൈറ്റ്സ് എക്സെട്ര. എന്താണ്? ബോഡിയിലാണ് നമ്മുടെ ഹെഡ്ലൈറ്റ്, വിൻഡോ, ഗ്ലാസ്, മിറർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബോഡീന്റെ മുകളിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നോക്കിക്കോ, ബോണറ്റ്, വിൻഡ് ഷീൽഡ്, റൂഫ്, ബൂട്ട്, വിൻഡോ, ഡോറ്, ബമ്പർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വണ്ടിക്ക് മെയിൻ ആയിട്ട് വരുന്ന ബോഡി പാർട്ട് എന്ന് പറയുന്നത്. ബോണറ്റ് എന്തിനു വേണ്ടിയിട്ടാ? എഞ്ചിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റൂഫ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടോപ്പ് കവർ ചെയ്യാൻ. ഇത് ശ്രദ്ധിച്ചാൽ കാണാം, ഇപ്പൊ ഇറങ്ങിയ വണ്ടിക്ക് റൂഫിൽ ഗ്ലാസ് ഉണ്ടാവും. എന്തിനാ? നമുക്ക് വിഷ്വലി, അതായത് നമുക്ക് കാഴ്ചയ്ക്കും കൂടിയുള്ളൊരു ഡിസൈനാണ് ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഡോർ. എന്തിനാ? അടക്കാനും, അകത്തേക്ക് കടക്കാനും പുറത്തേക്ക് പോകാനും വേണ്ടിയിട്ടാണ് ഡോറ്. വിൻഡ് ഷീൽഡ് എന്തിനാ? ഫ്രണ്ട് ഗ്ലാസ്. എന്തിനാ? ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽ, അതായത് ക്ലിയർ ആയിട്ട് നമുക്ക് മുന്നോട്ട് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അടുത്തത് വിൻഡോ. എന്തിനാണ്? ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ. ലൈറ്റിനും വെന്റിലേഷനും വേണ്ടിയിട്ടാണ് വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബൂട്ട്, ലഗേജ് സ്പേസ് ആണ് ബൂട്ട് എന്ന് പറയുന്നത്. ബമ്പർ, സ്മോൾ ഇമ്പാക്ട്, അതായത് ഇതാണ് ബമ്പർ പോർഷൻ. ചെറിയ ചെറിയ ഇടികളും കാര്യങ്ങളൊക്കെ ബമ്പർ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു. ബമ്പർ എഞ്ചിൻ ഭാഗങ്ങളെയും മറ്റ് കോമ്പൗണ്ട്സിനെയും പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കാനാണ് നമ്മൾ ബമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത എന്താണ്? മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നോട്ട് ചെയ്ത് വെച്ചോ. എന്താണ്? ഈ ഒരു ബോഡി ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ്.
ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻ നോക്കുക, ഏതൊക്കെ മെറ്റീരിയൽ വെച്ചാണ് അത് ഉണ്ടാക്കിയതെന്ന് നോക്കുക, അതേപോലെ തന്നെ എന്താ എത്ര ടൈപ്പ് ഉണ്ട് എന്നും പഠിച്ചു വെക്കുക. ഈ കാര്യങ്ങളൊക്കെ ബോഡീൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോ, സ്റ്റീൽ വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നു, അലൂമിനിയം വെച്ച് യൂസ് ചെയ്യുന്നു, ഫൈബർ, പ്ലാസ്റ്റിക്, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു ഓട്ടോമൊബൈൽ ബോഡി ഡിസൈൻ ചെയ്യുന്നത്. എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓട്ടോമൊബൈലിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. കോമ്പോണൻസ്, എഞ്ചിൻ, അതായത് ബേസ് ലെവൽ ചേസിസ് മുതൽ ബോഡി വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. എന്താണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ഇൻഡിവിജ്വലി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.